അല്ലേലും നീ ഇപ്പൊ അവളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും വല്ല കുഴപ്പമൊന്നുമില്ല. അതെന്താ അങ്ങനെ? നിന്നെ കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുവന്ന പെണ്ണിനെ നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും പറയൂ? കല്യാണം കഴിപ്പിക്കാനോ? ആ പിന്നെ അങ്ങ് കിടന്ന് അവളെ നിന്നെ നോക്കാനായിട്ട് മാത്രം ഇവിടെ കൊണ്ടുവരുമെന്നാ നീ വിചാരിച്ചേ? നിന്നെ ഒരു 2-3 ദിവസത്തേക്ക് നിന്ന് നോക്കാനായിട്ട് ഇവിടെ വേറെ ആളും കിട്ടാത്തോണ്ടാ? ആ നിന്നെ നോക്കി നിന്റെ ഈ സ്വഭാവം മാറ്റി നിന്റെ പഴയ സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ അവളെ പറ്റുള്ളൂ എന്ന് ഹൂബി മമ്മിയും ഇംജിയും കൂടി പറഞ്ഞോണ്ടാ അവളെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് നിനക്ക് അവളെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം, അങ്ങനെയൊക്കെയാ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കാർട്ടൂൺ അറിയില്ല കേട്ടോ. അവള് ഇപ്പോഴും വിചാരിച്ചിരിക്കണേ നിന്നെ നോക്കാനായിട്ട് എന്നെ കൊണ്ടുവന്നെന്ന്. ഓഹോ, അപ്പോ മാഡത്തിനെ ഇവിടെ കൊണ്ടുവന്നത് എന്നെ കെട്ടിക്കാനായിട്ടാണല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കുഴപ്പമുണ്ടില്ലേ? എന്തു കുഴപ്പം? നിനക്ക് അവളെ ഇഷ്ടമാവുകയും അവൾക്ക് നിന്നെ ഇഷ്ടമാവുകയും വേണ്ടേ നിങ്ങൾ കല്യാണം കഴിക്കാൻ? ഇതിനാരാ പറഞ്ഞേ എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന്? എനിക്ക് അവളെ ഇഷ്ടമൊക്കെ തന്നെ. നിനക്ക് അവളെ ഇഷ്ടമാണോ? ആ അങ്ങനെയല്ല, അമ്മയ്ക്കൊക്കെ എല്ലാവർക്കും അവളെ ഇഷ്ടമല്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചേക്കാം. ഓ അങ്ങനെ ഇപ്പം നീ കഷ്ടപ്പെട്ട് കെട്ടണ്ട. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ കെട്ടിയാൽ മതി അവളെ. എനിക്ക് അവളെ ഇഷ്ടം തന്നെ. ഓഹോ, എന്നിട്ട് നീ ഇത് അവളടുത്ത് പറഞ്ഞു? പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു. പക്ഷെ അവളപ്പോൾ പറഞ്ഞു അവൾക്ക് എന്നെ പറ്റിയുള്ള എല്ലാ കാര്യവും അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളടുത്ത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴാണ് നിങ്ങൾ വന്നത്. പിന്നെ അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഓ, അപ്പോൾ ഇനി അവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് അറിയണം. അതിന് നമുക്ക് നാളെ ഒരു ദിവസം വരെ ടൈം കൊടുക്കാം അവൾക്ക്. അവളെ നിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഓക്കെ, അവൾ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്കല്ലാതെ തെളിയിക്കാം അവൾക്ക് നിന്നെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന്. കേട്ടോ? അതെങ്ങനെ? നീ വെയിറ്റ് ചെയ്യ്, അവൾ നിൻ്റെ അടുത്ത് വന്ന് പറയാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇത്രയും ദിവസം എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് ഇന്നാണല്ലോ ഇങ്ങോട്ട് വന്നേ? ചേട്ടാ, ഇപ്പോൾ വന്നതാണോ കുറ്റം? വന്നതല്ല കുറ്റം എന്ന് പറഞ്ഞേ. ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഒറ്റയ്ക്കല്ലായിരുന്നോ? അയാൾ എവിടെയെങ്കിലുമൊക്കെ പോവും, വൈകിട്ടാകുമ്പോൾ തിരിച്ചു വരും. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ? അപ്പോഴൊന്നും അങ്ങോട്ട് വന്നില്ലല്ലോ. ഓ, എൻ്റെ കഥ, ഞാൻ എങ്ങനെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് വരിക? തിരിച്ചതിന് ലീവുള്ള ദിവസമല്ലേ എനിക്ക് വരാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നു, അപ്പം നമ്മളിങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇത്രയും ദിവസം വരാത്തതിന് ഒരു സോറി. ഓക്കെ ഓക്കെ. അല്ല, ചേച്ചീനെ അച്ഛൻ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ആ, മിനിങ്ങാന്ന് വിളിച്ചായിരുന്നല്ലോ. നിന്നെ വിളിച്ചെന്നല്ലേ എൻ്റെ അടുത്ത് മിനിങ്ങാന്ന് പറഞ്ഞു? ആ, മിനിങ്ങാന്നൊക്കെ വിളിച്ചായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് അച്ഛൻ എടുത്തില്ല. എന്താന്ന് എനിക്കൊരു പേടി. അച്ഛന് വയ്യാതെ വല്ലതും ആയി കാണുമോ? നീ ഇങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. അത് വല്ല റേഞ്ച് പോയതായിരിക്കും. അത് വൈകിട്ടാകുമ്പോൾ വല്ലതും വിളിച്ചോളൂ. നീ ഇങ്ങനെ പേടിക്കാതിരുന്നാൽ മതി കേട്ടോ? ശരി. പിന്നെ നിങ്ങൾ ഇന്ന് പോവോ? നമ്മളിന്ന് പോവില്ല. നമ്മൾ നാളെ മോർണിംഗ് പോവും. ഇന്നൊരു ദിവസം ഇവിടെ കാണും. ശരിക്കും? സത്യമാണോ? അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ഇനി പോകണമെന്ന് പറഞ്ഞ് പോകത്തില്ലല്ലോ? ഇല്ലടി, ഇന്ന് നൈറ്റ് ഇവിടെ കാണും നമ്മൾ. എന്നാ ഓക്കെ, നീ വാ, നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാം. ആ ഓക്കെ. ഇവർ രണ്ടുപേരും എവിടെ പോയി? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവള് എന്നെ ഇഷ്ടപ്പെടുമെന്ന് അങ്ങനെ ഉറപ്പിച്ചൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലും വീഴും. ശ്രമിച്ചാൽ പോരാ, നടത്തിയെടുക്കണം. നിന്നെ കൊണ്ട് പറ്റണ രീതിയിൽ നീ അവിടുത്തെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കണം.
ആ നിന്റെ ഫ്ലേട്ടിങ് പോലെ ഇരിക്കും അവള് വീഴുന്നത്. ഓക്കെ, ഫ്ലേട്ട് ചെയ്യാൻ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടല്ലോ. ഓ ശരി. ആ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കാണോ? ഓ നീ ആളെ പേടിപ്പിച്ചു കൊല്ലോ. ഓ ഇയാളെ കൊണ്ട് ഞാൻ ഉറക്കെ പറഞ്ഞിട്ട് പേടിച്ച് ചത്ത എത്ര പേരെ നിനക്കറിയാം? എന്താ നിനക്കാ? ഓ വന്നു നിനക്ക് ഒരു ബഹുമാനം ഇല്ലാന്ന് കണ്ടത്. ഓ ബഹുമാനിക്കാൻ പറ്റിയ ആള്. ജെക്കി നീ കഴിക്കാറങ്ങി വാ, നിനക്ക് വേണമെങ്കിൽ നീ വന്നാ മതി കേട്ടടാ. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിക്കാനായിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യണേന്ന്. ഇവളിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇത്രയും നാളും. ഈ കാർത്തൂൻ്റെ കൂടെ കൂടിയാ ഇവളും ഇങ്ങനെ ആയത്. ഓ ഇനി എൻ്റെ കൊച്ചിനെ പറയാം, നിങ്ങളെ കയ്യിരിപ്പുണ്ടല്ലോ. അയ്യോ എങ്ങനെ കൊച്ച ആരുടെ? അങ്ങനെയല്ല, നിങ്ങൾ വാ കഴിക്കാൻ പോ. മോളെ നിനക്കുള്ള ഞാൻ നൈറ്റ് തന്നോളാം. കത്തു വാ ഇരിക്ക് കഴിക്കാം. ആ വരൂ ചേച്ചി, ഞാൻ ഈ വെള്ളം എടുത്തിട്ട് വരാം. ആ നിങ്ങളിരിക്കേ, ഞാൻ വിളമ്പി തരാം. കാത്തു, എന്താ ഏട്ടാ? കാത്തു എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇവിടെ നിന്ന് വെള്ളം തീർന്നു, ഒന്ന് എടുത്തിട്ട് വരും. ആ ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. ചേച്ചി ചേച്ചി ചെല്ലേ, ചേച്ചി കുളിച്ചില്ലല്ലോ, ചെന്ന് കുളിക്ക്. രാവിലെ വന്നതല്ലേ, കുളിച്ച് ഫ്രഷായി കിടന്നോ. ഞാനിത് കൈവച്ചിട്ട് കിടന്നോളാം. ആ ഞാൻ എന്നാ പോയി കുളിച്ചിട്ട് വരാം. വരണ്ട, ഉറങ്ങിക്കോ. ഞാൻ അപ്പോഴത്തേക്ക് ഇത് കഴുകിയിട്ട് ഞാൻ കിടക്കാൻ പൊക്കോളാം കേട്ടോ. ആ ഓക്കെ ശരി എന്നാൽ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ കിടന്നോ? ആ നീ ഇതെവിടെ പോ? നിങ്ങൾക്ക് കുളിയുന്നതിനില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും അതുപോലെ അല്ല കേട്ടോ. ഞാൻ കുളിക്കാൻ പോവാം. ഓ വേണമെങ്കിൽ ഞാനും കൂടി വരാം. എനിക്ക് വേണ്ടെങ്കിലും. വേണമെങ്കിൽ ഓക്കെ, പോയി കുളിച്ചിട്ട് വാ. ഓ ശരി. നീ കുളിച്ചിട്ട് വാ എൻ്റെ പൊന്നു മോളെ. ഇത് കുറേ നേരം ആയല്ലോ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഉറക്കൊന്നുമില്ല. എന്താണ് എൻ്റെ ഉദ്ദേശം? തനിക്ക് ഉറക്കമൊന്നുമില്ലേ? പോയി കിടന്ന് ഉറങ്ങണോ? അങ്ങോട്ടല്ല, മുകളിലോട്ട്. എന്റെ ഭാര്യയുടെ കുളിയൊക്കെ കഴിഞ്ഞു. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അത് എന്താ വേണ്ട, ഒന്നും ചെയ്യല്ലേ. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും ചെയ്യണോ? വേണ്ട വീട് ഇല്ല, നിന്നെ വിടാൻ പോണില്ല. നിനക്ക് എൻ്റെ അടുത്ത് കുറച്ച് ബഹുമാനം വരുത്തണ്ടേ? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനിത് വിടാൻ പോണില്ല. വേണ്ട, ഇത് അവർക്ക് കേൾക്കും. വേണ്ട. കേട്ടോട്ടെ, അതിനിപ്പോ എന്താ? നമ്മള് ഭാര്യ ഭർത്താവല്ലേ? എന്നാലും വേണ്ട. വേണം. അവർക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടാതുകൊണ്ടല്ലോ.
എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ ഇന്ന് വിടാൻ പോണില്ല. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞ സമയം കളയണ്ട. ഇച്ചായ ഇല്ല